ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റി മീൻസ്. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ പരിപ്പ് വടയുടെ റെസിപ്പി നോക്കാം. ചായക്കടയിൽ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലോട്ട് കിടക്കാം. പരിപ്പ് വട തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചനാദാൽ, അതായത് കടലപ്പരിപ്പ് 1 കപ്പ് എടുത്തിട്ട് ഒന്ന് നല്ല പോലെ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കുതിരാനായിട്ട് വെക്കണം. 2-3 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചാൽ മതിയാവും. പിന്നെ ചൂടുവെള്ളത്തിൽ 1 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നല്ലപോലെ കുതിർന്ന് കിട്ടും. നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാനൊക്കെ ഈസിയാണ്. അപ്പോൾ ഞാനിത് 1 മണിക്കൂറോളം ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം ഒട്ടും വെള്ളമില്ലാതെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് ആദ്യം ഇതിൻ്റെ പകുതി പോർഷൻ ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാൻ. ഒരുപാട് പേസ്റ്റ് രൂപത്തിലും അരച്ചെടുക്കാനും പാടില്ല. ഒരു തരിതരിപ്പോട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്താൽ മതി, ഒരുപാട് കറക്കരുത് കേട്ടോ മിക്സിയുടെ ജാറ്. അപ്പോൾ ഈ ഒരു പരുവത്ത് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അരച്ചെടുക്കുന്ന സമയത്ത് പൾസ് ഒന്ന് ഓഫ് ചെയ്ത് നമ്മൾ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തവി പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടിച്ചെടുക്കണം. അതിനു മുമ്പ് അതിലോട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 3 ഉണക്കമുളക് കേട്ടോ, അതും കൂടെ ചേർത്ത്, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ ഇവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ 4 എണ്ണം എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു 5-6 ചെറിയുള്ളിയും ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയുടെ പകുതി പോർഷനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയുള്ളി എണ്ണ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും, പിന്നെ കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില മതിയാവും. നല്ല ഫ്രഷ് കറിവേപ്പില എടുത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് ഇത് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് മിക്സി കറക്കി എടുക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഉള്ളി ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിൽ ചേർത്തുന്നേ ഉള്ളൂ. പിന്നെ ചെറിയുള്ളി ചേർക്കുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചെറിയുള്ളിയൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ചെറിയുള്ളി മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ 10 മുതൽ 15 ചെറിയുള്ളി വരെ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈവച്ചത് നല്ല പോലെ കുഴച്ചെടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഓരോ ഉരുളകൾ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ഉരുട്ടിയെടുക്കാനൊക്കെ. ശേഷം നമുക്ക് കൈൻ്റെ ഉൾഭാഗം വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. കൈയുടെ ഉൾഭാഗം വെച്ച് തന്നെ ഇതുപോലെ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക, ഇല്ലെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ കൈൻ്റെ വിരലുകൾ യൂസ് ചെയ്ത് ഇത് പരത്തിയെടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് നല്ല പോലെ ചൂടായ ഓയിലിലോട്ട് ഇട്ട് കൊടുത്ത് ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ടോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോട്ടോ മാറ്റി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താലേ ഇത് ഉൾഭാഗമൊക്കെ ഒന്ന് കുക്കായി കിട്ടുള്ളൂ. നമുക്ക് ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇത് വറുത്ത് കോരാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉരുട്ടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. മാവ് ഇതുപോലെ പരത്തി ഇട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റൂ. കാരണം അത് ഇതിൻ്റെ സൈഡ് തട്ടി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു 10 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഓരോന്ന്. അതുപോലെ നമുക്ക് 3-4 വടകൾ ഒരുമിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, ആർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് നല്ല ചൂടോടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ചൂടാറിയാൽ ഇത് കുറച്ചൊന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ വേണമെങ്കിൽ ഇതുപോലെ ഒന്നുകൂടെ ഓയിൽ ചൂടാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്താൽ വീണ്ടും അത് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല മൊരിഞ്ഞ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവിൽ നമുക്ക് 12 മുതൽ 15 പരിപ്പ് വട വരെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ആക്കിയിട്ടുള്ളത്.
നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനിയും ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായിട്ട് ഇനിയും കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.